ഗ്രാമസഭയുടെ ഉദ്ഘാടനമായ മാന്യശ്രീ പി.കെ. അനീഫ് സാഹബ്, ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷംസീന, ഇവിടെ സന്നിഹിതരായ ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്തിലെ ഉപാധ്യക്ഷന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ ഭരണസമിതിയുടെ കാര്യാലയത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഗ്രാമസഭ ആണ്. ഒരുപക്ഷെ 1972 തനിയാവർത്തനം ഒരുപക്ഷെ വന്നാൽ എത്ര കാലം ഗ്രാമസഭ ചേരേണ്ടി വരുമെന്ന് അറിയും. നമ്മുടെ കേരള സംസ്ഥാനത്ത് 15 വർഷത്തോളം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൂടെ തെരഞ്ഞെടുപ്പ് നടക്കാതെ നീണ്ടുപോയ ചരിത്രവും, നീണ്ടകാലം മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ OM ഇബ്രാഹിം ഹാജി സാഹിബ് പ്രസിഡന്റായി തുടർന്നൊരു ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വരാതിരുന്നാൽ തീർച്ചയായിട്ടും ഇത് അവസാനത്തെ ഗ്രാമസഭയാവാനാണ് സാധ്യത. ഏതായാലും ശരിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രാമസഭ എന്ന് പറയുന്നത് നമുക്ക് ചിലർക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാവുന്ന സംശയവും ചോദ്യവുമാണ്. തീർത്തും ഗ്രാമപഞ്ചായത്തുകൾക്കാണല്ലോ ഗ്രാമസഭ, പിന്നെ എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഗ്രാമസഭ വരിക എന്നത്. തീർത്തും നമ്മൾ പദപ്രയോഗത്തിൽ ഗ്രാമസഭ എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗ്രാമസഭയ്ക്ക് സമാനമായ ഒരു സഭ എന്നാണ് അതിന് നമ്മൾ നിർവചനം നൽകേണ്ടത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യവും ഇന്ത്യ രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ സവിശേഷതകളിലും ഗുണങ്ങളിലും ഒന്നാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം. ആ ജനാധിപത്യത്തിന് ഓജസ്സും തേജസ്സും നൽകുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തെയും നമ്മുടെ നാടിൻ്റെ വളർച്ചയെയും നമ്മുടെ നാടിൻ്റെ യശസ്സിനെയും നിർണ്ണയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനാധിപത്യത്തിൻ്റെ പ്രധാന യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ. ഇത്തരം ഗ്രാമസഭകളിൽ നിന്നാണ് നമ്മുടെ വികസനത്തിന്റെ ചർച്ച നടക്കേണ്ടത്, അവ നടപ്പിലാക്കേണ്ടത്, അവയെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് ഇത്തരം സഭകളിലാണ്. ഈ സഭയിൽ നിർബന്ധമായും സംബന്ധിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ ഉത്തരവാദിത്വമില്ല എന്ന അർത്ഥമില്ല. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ ജനങ്ങൾ അർപ്പിച്ചു നൽകുന്ന വിശ്വാസം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ നിർവചനം വേറെ ഉണ്ടായാൽ പോലും ധാർമ്മികമായി അതിനെ നിർവചിക്കേണ്ടത് അങ്ങനെയാണ്. ജനങ്ങൾ ഒരു വിശ്വാസം ഏൽപ്പിച്ചു, ആ വിശ്വാസം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ജനപ്രതിനിധി. ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് ഒരിക്കൽ B.R. അംബേദ്കർ തന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങൾ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ആ സഞ്ചാരപഥത്തിൽ അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിന്റെ പരിഹാരം നിങ്ങൾക്ക് നൽകപ്പെട്ട ജനാധിപത്യ സഭകളിൽ നിങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം കാണുന്നവരാണ് ജനപ്രതിനിധി. ജനപ്രതിനിധികളെ നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട സഭകളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടവയാണ് ഗ്രാമസഭയും വർക്കിംഗ് ഗ്രൂപ്പായാലും വികസന സെമിനാറായാലും. ഇതൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടവയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ട സഭകളാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ കണ്ടേ മതിയാവും. നിങ്ങളൊക്കെ പൂർണ്ണമായും ഒരു വിശ്വാസികളാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ച വിശ്വാസത്തെ കുറിച്ച് നാളെ നിങ്ങളോട് കൂടി ചോദ്യം ചെയ്യലിന് ഒരവസരം ഉണ്ടാവുകയും ജനകീയ കോടതിയിൽ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പക്ഷേ ശ്രീമതി അശ്വതി മേമടക്കം മരണത്തിന് ശേഷം പുനർജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കോടതിയിലും നിങ്ങൾക്ക് നാളെ മറുപടി പറയേണ്ടി വരികയും
എല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഏൽപ്പിച്ച ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾ ജനപ്രതിനിധി എന്ന നിലക്ക് നിങ്ങൾ ഏതൊക്കെ യോഗത്തിന് സംബന്ധിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ സംബന്ധിക്കാത്തതിന്റെ കാരണത്തെ കുറിച്ച് ചോദിച്ചാൽ, ഞാൻ ഉൾപ്പെടെ എന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ മറുപടി പറയേണ്ടി വരികയും, ഞാനിവിടെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗത്തിന് വരുമ്പോ ഈ യോഗത്തിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം എനിക്ക് അനുവദനീയമാവണമെങ്കിൽ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ആദർശം എന്ന് പറയുന്നത് നമ്മൾ അത് പ്രസംഗിക്കാനുള്ളവയല്ല. അത് വെറും ആരാധന കർമ്മങ്ങൾ മാത്രം കാണിക്കേണ്ട ജാഗ്രതയല്ല. നമ്മുടെ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും നമ്മൾ അത് ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഒരു ജനപ്രതിനിധി ഉണ്ടാകേണ്ടത്. ഒരു ജനപ്രതിനിധിയുടെ മുമ്പിൽ ഏതൊരു വ്യക്തി കടന്നു വരാൻ സാധിക്കണം. അയാളുടെ മുമ്പിൽ പോയാൽ പ്രശ്നത്തിന് പരിഹാരമാകും. ഹീസ് എ ഗുഡ് പേഴ്സൺ, ഷീസ് എ ഗുഡ് പേഴ്സൺ എന്ന് പറയാൻ സാധിക്കണം. അയാളുടെ പക്ഷപാതിത്വം ഉണ്ടാവില്ല, അയാളുടെ ജാതി മനസ്സിലാക്കി ഉണ്ടാവില്ല. ഹീസ് സെക്യുലർ, അയാൾ നല്ലൊരു മതേതരവാദിയാണ്. ഹീസ് എ ഗുഡ് സോഷ്യൽ വർക്കർ, അയാൾ നല്ലൊരു സാമൂഹിക പ്രവർത്തകനാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ 4.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ വന്നാൽ നമുക്ക് ഇനിയും ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ അനുഭവങ്ങളായി കിട്ടുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള ഈ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്ത് മാത്രമാണ് ഒരു ജനപ്രതിനിധിക്ക് കാലാവധി വരെ പൂർത്തിയാക്കാനുള്ള ഒരു അവസരമുണ്ട്. സ്വിറ്റ്സർലാൻഡിന്റെ ചരിത്രമെടുത്താൽ, അല്ലെങ്കിൽ മറ്റുള്ള വികസിത വിദേശ രാജ്യങ്ങളിൽ ഏതൊരു ജനപ്രതിനിധിയെയും ആ ജനപ്രതിനിധികൾക്ക് ശരിയായവണ്ണം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചു സ്വിറ്റ്സർലാൻഡിന്റെ ചരിത്രമെടുത്താൽ, അല്ലെങ്കിൽ മറ്റുള്ള വികസിത വിദേശ രാജ്യങ്ങളിൽ ഏതൊരു ജനപ്രതിനിധിയെയും ആ ജനപ്രതിനിധികൾക്ക് ശരിയായവണ്ണം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള അധികാരം പോലും മറ്റുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ എത്ര ജനപ്രതിനിധികൾ, ഞാൻ ജനപ്രതിനിധിയല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഇത് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുള്ളവരെല്ലാം പറയാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ആരും ചെറുതായി കാണുന്നില്ല, നിങ്ങളുടെ സേവനങ്ങൾ ചെറുതായി കാണുന്നില്ല. എത്ര ജനപ്രതിനിധികൾക്ക് കാലാവധിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം. വന്നവരോട് വരാത്തവരെ കുറ്റം പറയുന്നത് പോലെ ആകരുത്. നിങ്ങൾ ആരും ചെറുതായി കാണുന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനപ്രതിനിധികൾ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറ്റം പറയാനുള്ള ഒരു വസ്തുവായി കാണുന്നത്. കല്യാണ വീട്ടിലെത്തിയില്ലെങ്കിൽ കുറ്റം, മരിച്ച വീട്ടിലെത്തിയില്ലെങ്കിൽ കുറ്റം, മരിച്ച വീട്ടിൽ വന്നാൽ പോരാ, ശവസംസ്കാര ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ഇയാൾക്ക് ഇത്ര തിരക്ക്? കല്യാണ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അയാൾ അഹങ്കാരം കണ്ടില്ലേ അയാൾ ഭക്ഷണം കഴിക്കാതെ പോയി. നമ്മുടെ നാട്ടിൽ ഒരു പശു ചത്താൽ, നായ ചത്താൽ അതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്ത് മെമ്പർമാർക്കാണ്. അത് മാത്രം പോരാ, ഒരു ക്ലബുകാർക്ക് ഡൊണേഷൻ കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുറ്റവും ജനപ്രതിനിധികൾക്കാണ്. ജനപ്രതിനിധികൾ സഹിക്കുന്ന ഒരു സഹനശക്തി ഉണ്ടല്ലോ. ശരിക്കും ജനപ്രതിനിധികൾക്ക് ആ ക്ഷമിക്കാനുള്ള സഹനശക്തിയും, എല്ലാ ഫംഗ്ഷനുകളിൽ പോയി ചടങ്ങുകളിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിനുള്ള ദഹനശക്തിയും ദൈവം നൽകിയാൽ മാത്രമേ ഒരു ജനപ്രതിനിധി ജീവിച്ചു പോകാൻ സാധിക്കുള്ളൂ. അപ്പോ ഇത്രയേറെ പഴി കേൾക്കുന്നവരാണ് ജനപ്രതിനിധികൾ. എന്നാൽ ജനപ്രതിനിധികളുടെ അവകാശങ്ങളിൽ ശബ്ദിക്കുവാൻ ഒരു യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മറ്റുള്ള യൂണിയനേക്കാളും ആവശ്യങ്ങൾ അവരുടേതായി മാറുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ യൂണിയനുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇനിയും അവസരങ്ങൾ ഉണ്ടാകുന്നവരാണ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഗ്രാമസഭ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ടിൽ വളരെ മർമ്മപ്രധാനമായ ഒരു സംഭവമാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേർന്നിരിക്കണം. നിർബന്ധമായും 3 പ്രാവശ്യം 3 മാസക്കാലം ഗ്രാമസഭ ചേരാതെ പോയാൽ ആ പഞ്ചായത്ത് അംഗത്തിന് അയോഗ്യത വരെ ഉണ്ടാക്കാവുന്ന സെക്ഷൻ 3 നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഗ്രാമസഭകൾ ഒരു പ്രഹസനമാകരുത്, വഴിപാടുകളാകരുത്. അവിടെ ചർച്ചകൾക്ക് വിധേയമാക്കണം. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ, പ്രസിഡന്റുമാരെ, നമ്മുടെ കയ്യിൽ, എന്റെ കയ്യിലും ഒരു പുസ്തകം കിട്ടി. ആ പുസ്തകം 10-400 പേജുള്ള പുസ്തകമാണ്.
എത്ര ജനപ്രതിനിധികൾ ഈ പുസ്തകം വായിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ദിവസങ്ങളോളം രാത്രി ഇരുന്നത് വായിച്ചത് ഈ ബ്ലോക്ക് പഞ്ചായത്തിനോട് പ്രസംഗിക്കാനായിരുന്നില്ല. എനിക്കിത് പഠിക്കണമെന്ന് തോന്നിയപ്പോൾ ഇരുന്ന് വായിച്ചു. ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചു, എൻ്റെ സുഹൃത്തുക്കളോട്. അപ്പോൾ അവർ പലരും ഈ പുസ്തകത്തെ കുറിച്ച് അറിയില്ല. ഇതാണ് നമ്മുടെ ഇന്ന് ഗ്രാമസഭ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. 2025-26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയ തുകയുടെ വിശദാംശങ്ങൾ 15ാം ധനകാര്യ കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും നെറ്റിൽ സുലഭമായി ലഭിക്കുന്ന സംഭവമായി. ഞാൻ പറയുന്നത്, നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്നു മെമ്പർമാരെ. പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ, ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയും. ഇപ്രാവശ്യത്തെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് ബഡ്ജറ്റിൽ വകയിരുത്തിയ പ്രൊവിഷൻ ഞാൻ പറയാം. ജനറൽ വിഭാഗത്തിലാണ് നമുക്ക് 1 കോടി രൂപയോളം നൽകിയിട്ടുള്ളത്. മെയിൻ്റനൻസ് ഗ്രാന്റ് ഏകദേശം 1,45,00,000. ജനറൽ വിഭാഗത്തിൽ 4 കോടി സംതിങ് 4.5 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. 5 കോടി രൂപയോളം ST SC അങ്ങനെയുള്ള ടോട്ടൽ ഏകദേശം നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് 8 കോടി വരുള്ളൂ. ഞാൻ നേരെ പറഞ്ഞാൽ ജനറലിന് 4,49,50,000, ST SC 1,21,20,000, TSP 72,21,000, ഗ്രാൻഡ് ബേസിക് 70,950,000, മറ്റുള്ളതിൽ 16,11,000. അങ്ങനെ ടോട്ടൽ 7,62,24,000 രൂപയാണ് ആകെ ഫണ്ട്. അപ്പൊ ഇതിൽ ടയർഡ് ബേസിക് 2 ഗ്രാൻഡുകളുണ്ട്. ഈ ഗ്രാൻഡുകൾ തന്നെ പലതും ഗവൺമെന്റ് പറഞ്ഞ പദ്ധതികൾക്ക് മാത്രം മാറ്റിവെക്കാൻ പറ്റുന്നു. ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു ഫണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്. 7 പഞ്ചായത്തിലേക്ക് ഇത് ഓഹരി വെക്കണം. നേരെ മറിച്ച് ഞാൻ മറ്റുള്ളൊരു പഞ്ചായത്താണെങ്കിൽ ഞാൻ സിമ്പിളായി ഒരു പഞ്ചായത്തിന്റെ പേര് പറയാം. മംഗൽപാടി പഞ്ചായത്തിലേക്ക് വന്നുള്ള ഷാവലിയിലൊക്കെ നിൽക്കുന്നു. ജനറൽ വിഭാഗത്തിൽ തന്നെ 7 കോടിയുണ്ട്. മറ്റേ ബേസിക് ഗ്രാൻഡ് 1 കോടിയുണ്ട്. ടയർഡ് 1.5 കോടിയുണ്ട്. ST SC 1 കോടിയുണ്ട്. SC 35,00,000. ഞാൻ പറയുന്നത് താരതമ്യപ്പെടുത്തുക. ഞാൻ ബ്ലോക്ക് മെമ്പർമാർക്ക് വേണ്ടി സംസാരിക്കുന്നതൊന്നുമില്ല. അങ്ങനെ നാളെ ആരും ചിത്രീകരിക്കേണ്ട. ആരെന്ത് പറയുന്നു നോക്കിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അതായത് നമുക്ക് മനസ്സിലാക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല, മെമ്പർമാരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇത് ഒരു പഞ്ചായത്തിന്റെ ഫണ്ടാണ് ഞാൻ വായിച്ചത്. ഇതിന് പുറമെ ആ പഞ്ചായത്തിന് ഓൺ ഫണ്ട് ഉണ്ട്. ആ പഞ്ചായത്തിന് സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും ഫണ്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ബ്ലോക്കിന് ഇത്രയും ഫണ്ടിന്റെ അകത്ത് നിന്ന് ഇതിനെ ഈ 7 പഞ്ചായത്തിലേക്ക് ഓഹരി വെക്കണം. നമുക്ക് മനസ്സിലാക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല, മെമ്പർമാരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇത് ഒരു പഞ്ചായത്തിന്റെ ഫണ്ടാണ് ഞാൻ വായിച്ചത്. ഇതിന് പുറമെ ആ പഞ്ചായത്തിന് ഓൺ ഫണ്ട് ഉണ്ട്. ആ പഞ്ചായത്തിന് സ്റ്റേറ്റിന്റെയും കേന്ദ്രത്തിന്റെയും ഫണ്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ ബ്ലോക്കിന് ഇത്രയും ഫണ്ടിന്റെ അകത്ത് നിന്ന് ഇതിനെ ഈ 7 പഞ്ചായത്തിലേക്ക് ഓഹരി വെക്കണം. ഒരു പഞ്ചായത്തിന്റെ ജനറൽ ഫണ്ടിന്റെ അടുത്ത് വരുന്നതാണ് എന്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആകെ ഫണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സാങ്കേതികത ഞാൻ പറയുന്നത്, ബ്ലോക്ക് ആര് ഭരിക്കുന്നു, ആരാണ് മെമ്പർ എന്നുള്ളതല്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഫണ്ടിന്റെ ദൗർലഭ്യം ഇല്ലായ്മയാണ് ചൂണ്ടിക്കാണിച്ചത്. നാളെ ഞാനിത് നിങ്ങളെ പഞ്ചായത്തുകാരെ മോശമാക്കി ബ്ലോക്കിനെ ഉഷാറാക്കിയൊന്നുമല്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, വികസനത്തിലേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ
ബ്ലോക്ക് പഞ്ചായത്തിന് ഓൺ ഫണ്ടില്ല. എന്തെങ്കിലും ഒരു വിഷയം തീരുമാനിച്ച് ഫണ്ട് മാറ്റി വെക്കാൻ ഓൺ ഫണ്ടില്ല. ഈ എല്ലാം പദ്ധതി ആവിഷ്കരിക്കുന്ന പദ്ധതികളാണ്. വേറൊന്നിനെ മറ്റൊന്ന് മാറ്റാൻ വേറെ വഴികളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഈ അവസാനത്തെ ഗ്രാമസഭയിലും ബ്ലോക്ക് പഞ്ചായത്തൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതിന് പകരം പഞ്ചായത്തിന്റെ പരിധിയും പരിമിതിയും വികസന രംഗത്ത് ഈ സാമ്പത്തികമായ വിഷയം വലിയൊരു ഘടകമാണ് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ജില്ലാ പഞ്ചായത്തിനൊക്കെ ഇഷ്ടംപോലെ ഫണ്ട്, ഒരു മിനി സർക്കാരാണ് ജില്ലാ പഞ്ചായത്ത്. ഹാഫ് ഗവൺമെന്റ് ഓഫ് ദി ഡിസ്ട്രിക്ട് എന്നാണ് പലരും അതിനെ കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കമുള്ളത് കൊണ്ടാണ് വികസന രംഗത്ത് വേണ്ടത്ര ബ്ലോക്ക് പഞ്ചായത്തിന് ഇടപെടാൻ സാധിക്കാത്തത് എന്ന് സൂചിപ്പിക്കുകയും, അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ വർക്കിംഗ് ഗ്രൂപ്പിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് പ്രധാനമായി പ്രാധാന്യം നൽകേണ്ട പല വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോഴും നമ്മൾ പരിപൂർണമായി പരിഹാരം കാണാത്ത വിഷയങ്ങളുണ്ട്. ഒന്ന്, ജലക്ഷാമം, വെള്ളത്തിന്റെ ക്ഷാമം. അത് ഞാൻ നേരത്തെ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പരിഹാരം പറഞ്ഞത് FSDP പോലെയുള്ള പദ്ധതികൾ എല്ലാ പഞ്ചായത്തിലും മുൻകൈയെടുത്ത് ആവിഷ്കരിക്കുക. ഉപയോഗിച്ച ജലം വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. കുടിക്കാനല്ലാത്ത മറ്റുള്ള കൃഷിക്കും മറ്റുള്ള ആവശ്യത്തിനൊക്കെ വാട്ടർ ഡീസാലേഷൻ പോലെയുള്ള പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കി. അതേപോലെ തന്നെ അതുമാത്രമല്ല, കുടിക്കാൻ പോലും വാട്ടർ ഡീസാലേഷൻ ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ശാസ്ത്രം അംഗീകരിക്കുന്നവരാണ്. അപ്പോ നമ്മൾ കാണേണ്ടത് ഈ വെള്ളത്തിനെ നമുക്കിപ്പോ 25,000 കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ജല പദ്ധതിക്ക് മാറ്റിവെച്ചത്. പക്ഷെ ഈ പദ്ധതി വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്നത് H2O ഒക്കെ കുട്ടികൾ പഠിച്ചത് പോലെ എങ്ങനെ ഉണ്ടാക്കുക? വെള്ളം ഉണ്ടാവണം. പൈപ്പും മറ്റുള്ള സംവിധാനങ്ങളുമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. പൈപ്പും മറ്റുള്ള അനുബന്ധ സംവിധാനങ്ങളെ പറ്റുള്ളൂ. വെള്ളം നമ്മൾ ഉള്ള വെള്ളത്തിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്നതാണ് FSDP പോലെയുള്ള പദ്ധതികൾ. മംഗൽപാടി മഞ്ചേശ്വരത്തേക്ക് ആ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശ പഞ്ചായത്തുകൾ മംഗൽപാടി, മഞ്ചേശ്വരം, കുമ്പള നമ്മുടെ പരിധിയില്ലാത്തതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ ഡീസാലേഷൻ പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാറിലൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം ഒരു ഭാഗത്ത്, അതേപോലെ കുടിവെള്ളത്തിൻ്റെയൊക്കെ പദ്ധതികൾ, അതേപോലെ നമുക്ക് കാർഷിക രംഗത്ത് അതൊക്കെ അതിൻ്റെതായ നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള നമുക്കൊരു ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, മാർഗരേഖ, അത് പ്രകാരമുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നു. അത് ഗ്രാമസഭ നന്നായി ഡിസ്കസ് ചെയ്യുക. ഇതിനെയും ക്രോഡീകരിച്ചുകൊണ്ട് വികസന സെമിനാറിൽ അവതരിപ്പിക്കുന്നവരെ. അതേപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ്, അല്ലെങ്കിൽ വികസനത്തിന്റെ ഈ കാലയളവിലെ വലിയൊരു നേട്ടമാണ് വനിതാ ഹോസ്റ്റൽ. അത് ഫുൾ ഫർണിഷ്ഡായി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരം പരിപാടികളൊക്കെ നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകും. മറ്റൊന്ന്, നമുക്ക് വലിയ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗികൾ നമ്മുടെ മഞ്ചേശ്വരം, കുമ്പള, മഞ്ചേശ്വരം, മംഗൽപാടി, നീഞ്ച, വർക്കാടി, കുത്തിക, എമ്മകരേക്ക് ഇവിടെയുള്ള 100 കിഡ്നി രോഗികളാണ് ദൈനംദിനം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മംഗൽപാടി പ്രൈമറി ഹെൽത്ത് സെന്റർ. അവിടെ ഈ കിഡ്നി രോഗികൾ എന്ന് വെച്ചാൽ എന്താ? ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ സഞ്ചരിക്കുന്നവരാരാണോ അവരാണ് കിഡ്നി രോഗികൾ എന്നാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രജ്ഞനായ ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ്. അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അവർക്ക് നമ്മെ പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ദാഹിക്കുമ്പോൾ വെള്ളം പോലും കുടിക്കുന്നത് ലിമിറ്റഡ് ആണ്. ഇത്ര വെള്ളം കുടിക്കാനേ പറ്റുള്ളൂ. ജീവിക്കുന്ന മനുഷ്യ ജഡങ്ങളാണവർ. ഒരു രീതിയിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവരെയാണ് നമുക്ക് 60-70 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അങ്ങനെ തന്നെ മാറ്റിവെക്കണം.
ഒരുപാട് മംഗൽപാടി പോലെയുള്ള പഞ്ചായത്തിലും നന്നായി സഹകരിക്കുന്നുണ്ട്. വെഞ്ചേശ്വരം പഞ്ചായത്ത് സഹകരിക്കുന്നുണ്ട്. കുമ്പളയും പൈവളിയിലും വർക്കാടിയൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ച പഞ്ചായത്തുകളെ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതേപോലെ നമുക്ക് വനിതാ ഹോസ്റ്റലിന് 2 കോടിയാണ് നമ്മൾ ചെലവാക്കിയിരിക്കുന്നത്. ചെറിയ വിഷയമൊന്നുമല്ല. വനിതാ ഹോസ്റ്റൽ 2 കോടി ചെലവാക്കി ഫർണിഷ്ഡായി അതിന്റെ ഉദ്ഘാടനമാണ് നമുക്ക് പെട്ടെന്ന് നിർവഹിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ അംഗനവാടിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതൊക്കെ കാർഷിക രംഗത്ത് നല്ല നേട്ടങ്ങളാണ്. 70% എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷം കഴിഞ്ഞു എന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അതേപോലെ റോഡിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രജ്ഞനായ ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ്. അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അവർക്ക് നമ്മെ പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ദാഹിക്കുമ്പോൾ വെള്ളം പോലും കുടിക്കുന്നത് ലിമിറ്റഡ് ആണ്. ഇത്ര വെള്ളം കുടിക്കാനേ പറ്റുള്ളൂ. ജീവിക്കുന്ന മനുഷ്യ ജഡങ്ങളാണ് അവർ. ഒരു രീതിയിൽ പറഞ്ഞാൽ അങ്ങനെയുള്ളവരെയാണ് നമുക്ക് 60-70 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അങ്ങനെ തന്നെ മാറ്റിവെക്കണം. ഒരുപാട് മംഗൽപാടി പോലെയുള്ള പഞ്ചായത്തിലും നന്നായി സഹകരിക്കുന്നുണ്ട്. വെഞ്ചേശ്വരം പഞ്ചായത്ത് സഹകരിക്കുന്നുണ്ട്. കുമ്പളയും പൈവളിയിലും വർക്കാടിയൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ച പഞ്ചായത്തുകളെ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതേപോലെ നമുക്ക് വനിതാ ഹോസ്റ്റലിന് 2 കോടിയാണ് നമ്മൾ ചെലവാക്കിയിരിക്കുന്നത്. ചെറിയ വിഷയമൊന്നുമല്ല. വനിതാ ഹോസ്റ്റൽ 2 കോടി ചെലവാക്കി ഫർണിഷ്ഡായി അതിന്റെ ഉദ്ഘാടനമാണ് നമുക്ക് പെട്ടെന്ന് നിർവഹിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ അംഗനവാടിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതൊക്കെ കാർഷിക രംഗത്ത് നല്ല നേട്ടങ്ങളാണ്. 70% എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷം കഴിഞ്ഞു എന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. അതേപോലെ റോഡിന്റെ കാര്യം വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയെയോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന വീഡിയോ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ 4 വർഷത്തെ എത്ര ഓവർസർമാർ ഉണ്ടായിരുന്നു, എത്ര AXC ഉണ്ടായിരുന്നു, ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അതാണ് നോക്കേണ്ടത്. ഈ ബോർഡിന് തീരുമാനമെടുക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമാണ് പല പദ്ധതികൾ വൈകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്രാമസഭയിൽ ഒരു നിർദ്ദേശമല്ല, ഒരു അപേക്ഷ വെക്കാനുള്ളത് സെപ്റ്റംബറിന് മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ മാത്രം എടുക്കുക. കാരണം ഏതായാലും സെപ്റ്റംബർ ആകുമ്പോൾ കോഡ് ഓഫ് കോണ്ടാക്ട് പെരുമാറ്റച്ചട്ടം തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പദ്ധതികൾ പൂർത്തീകരിക്കാൻ പ്രയാസമാകും. മറ്റൊന്ന് ജോയിന്റ് പദ്ധതികൾ പഞ്ചായത്തുകൾ ശേഖരിച്ച് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമോ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കണം. മറ്റൊന്ന് മെമ്പർമാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും അതേപോലെ പഞ്ചായത്തിന്റെ ഫണ്ടാവട്ടെ ബ്ലോക്കിന്റെ ഫണ്ടാവട്ടെ അതിന് പുറത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന CSR ഫണ്ടുകൾ വാങ്ങാൻ കഴിയണം. അതേപോലെ MLA MP സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ ഫണ്ടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയണം. രാജ്യസഭ MP-മാരെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ ഫണ്ട് നൽകണം. കാസർഗോഡ് രാജ്യസഭ ഇല്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. എവിടെ നിന്ന് വേണമെങ്കിൽ ഫണ്ട് അവരുടെയൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരുപാട് അവരെ പോയി കണ്ടുകൊണ്ട് അവരുടെ ഫണ്ടുകൾ വാങ്ങണം. അതേപോലെ തന്നെ കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അത് നടപ്പിലാക്കിയ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയൊക്കെ വായിച്ചു നോക്കിക്കൊണ്ട് പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ ഉഡാൻ എയർപോർട്ടിന് സെൻട്രൽ ഗവൺമെന്റ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പുറക്കാടി മഞ്ചേശ്വരത്തൊക്കെ മംഗൽപാടിക്ക് വേണമെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഉഡാൻ എയർപോർട്ട് കൊടുക്കാവുന്നതാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികളാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CSR ഫണ്ട് പഞ്ചായത്തിന് 5-6-7 മാസമുണ്ട്. മെമ്പർമാർ എന്റെ മുമ്പിൽ അറിയാവുന്ന മെമ്പർമാരും പ്രസിഡന്റുമാരും. അപ്പോൾ ഒരുപാട് കോർപ്പറേഷനുകളിൽ ഗ്രാമസഭ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചുകൊണ്ട് കത്തെഴുതിയാൽ നിങ്ങൾ ചോദിക്കുന്നതിന്റെ 10 പൈസ കോർപ്പറേഷനുകൾ നൽകും. ഫണ്ടിന്റെ കാര്യം മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. കുറെ സംശയം ചോദിക്കാനുണ്ടാവും.
അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ നമുക്ക് സമാഹരിക്കാൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അതേപോലെ കേന്ദ്രം വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് റീഹാബിലിറ്റേഷൻ സെന്റർ ബഡ്സ് കുട്ടികൾക്കുള്ളത്. ഓരോ പഞ്ചായത്ത് തലത്തിലും നടപ്പിലാക്കുകയാണെങ്കിൽ 80% ഒരു കേന്ദ്രത്തിൽ ഫണ്ട് എന്നാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനമുണ്ടായത്. അതിനായി വലിയൊരു തുക കേന്ദ്രം ബഡ്ജറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ബഡ്ജറ്റ് കണ്ണോടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികൾ അവ നോട്ട് ചെയ്ത് ഈ ബഡ്ജറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അതേപോലെ മറ്റ് ഈ ബഡ്ജറ്റുകൾ തയ്യാറാക്കുമ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ അല്ലെങ്കിൽ വികസനത്തിന് നമ്മുടെ പദ്ധതി തയ്യാറാക്കിയാൽ നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് തീർച്ചയായും പറയാനുള്ളത്. സമയത്തിന്റെ അഭാവമുണ്ട്. കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയാനുണ്ടായിരുന്നു. സ്വാഭാവികമായി നമുക്ക് ഒന്നരക്ക് ഭക്ഷണം ഏൽപ്പിക്കേണ്ടതുണ്ട്. അംഗൻവാടി പഞ്ചായത്ത് മെമ്പർ നേരത്തെ ചോദ്യങ്ങളുമായി ബാക്കി നിൽക്കുന്നുമുണ്ട്, നേരത്തെ കാണുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. പ്രിയപ്പെട്ട മെമ്പർമാരെ, ഉദ്യോഗസ്ഥന്മാരെ, നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഇന്ത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നടു റോഡിൽ മൈക്ക് കിട്ടി അയാളെ ചോദ്യം ചെയ്യാം. ആ ഒരു അധികാരം നൽകുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലും ആ സർക്കാരിനെതിരെ പ്രസംഗിച്ചാൽ പുറം ലോകം കാണില്ല, ഒരു വിചാരണ കൂടാതെ ജയിലിലടക്കും. ഇന്ത്യ രാജ്യത്ത് അങ്ങനെയില്ല. നമുക്ക് ആരെയും ചോദ്യം ചെയ്യാം, ആരെയും നമുക്ക് വിമർശിക്കാം. പക്ഷേ ഒരിക്കലും വിമർശിക്കുമ്പോൾ അത് മനസ്സിനെ തട്ടുന്ന വ്യക്തിഹത്യയിലേക്ക് പോകുന്ന വിമർശനമാകരുത്. നമ്മൾ ഈ കോമ്പൗണ്ട്, ഈ ഹോള് പിരിഞ്ഞാൽ നമുക്ക് അത് മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്ന വിമർശനങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ആരും അത്തരത്തിൽ വിമർശിക്കുന്നവരാണ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ആ പറയുന്നത് എന്റെ കർത്തവ്യമായതുകൊണ്ട് മാത്രം പറയുക. മറ്റൊന്ന്, നമ്മുടെ ഈ കാലയളവ് കഴിയുമ്പോൾ നമുക്കൊരു സൗഹൃദം ഉണ്ടാകണം. മെമ്പർമാർ തമ്മിൽ, ജനപ്രതിനിധികൾ തമ്മിൽ, ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ആ സൗഹൃദത്തിന് ഓട്ടം തട്ടുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നമുക്ക് ഒരാളെ കുറിച്ച് പറയാൻ സാധിക്കണം, അയാൾ നല്ലവനാണ്, നല്ല സ്വഭാവമുള്ളവനാണ്. തീർച്ചയായിട്ടും നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവട്ടെ ഈ ഗ്രാമസഭയിൽ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രാമസഭയിൽ സംബന്ധിച്ച എല്ലാവരെയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.